നമ്മൾ പ്രിയപ്പെട്ട പ്രേമനെ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രേമന് ഷുഗർ കൂടുതലാണ്. പ്രേമൻ്റെ അച്ഛനാണിത്, അച്ഛൻ്റെ അനുജൻ. ഇവിടെ നമ്മുടെ ഊന്നുകൽ സ്വദേശിയാണ്. പ്രിയപ്പെട്ട മോനായിച്ചാനും സൈച്ചാനും കൂടാണ് നമുക്ക് അവരെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ കാല് കഴിഞ്ഞ ദിവസം മുറിച്ചു കളഞ്ഞു. ഇത് വെപ്പുകാലാണ്. അതിനെ സഹായിച്ചത് പ്രിയപ്പെട്ട സൈച്ചാനും മോനായിച്ചാനും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. അവർ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് വെപ്പുകാലം കൊണ്ടുവച്ച് അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ച് വളരെ താല്പര്യത്തോടെ നമ്മൾ അദ്ദേഹത്തെ നോക്കണമെന്നും എന്നറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരീരത്തിൽ രോഗം കൂടിയ സമയത്ത് അദ്ദേഹം മദ്യപാനിയും കൂടെ ആയിരുന്നു. അദ്ദേഹത്തെ ആ സമയത്തേക്ക് അവർ ഉപേക്ഷിച്ച് പോയി. ഇനിയുമുള്ള കാലത്തോളം ഇനിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ഓൾഡ് ഏജ് ഹോം ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട മോസസ് പാസ്റ്ററാണ്. മോസസ് പാസ്റ്റർ കുറച്ച് നാളത്തേക്ക് ലീവിലേക്ക് പോവുകയാണ്. ഈ മണ്ടൻ അദ്ദേഹം നമ്മുടെ ഓൾഡ് ഏജ് ഹോമിനോട് അദ്ദേഹം വിട പറയും. തൊട്ടടുത്ത ഇൻചാർജ് പ്രിയപ്പെട്ട അജേഷ് നേഴ്സാണ്. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പ്രിയപ്പെട്ട അജേഷും പ്രിയപ്പെട്ട റെജി ബ്രദറുമാണ് ഇനിയുള്ള ഇൻചാർജ്. അവരാണ് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിലോട്ട് ഇവരെ ഏൽപ്പിച്ചു തരുവാണ്. മോനെ പൊന്നു പോലെ നോക്കിക്കോണം മോനെ, കേട്ടോ മോനെ. ഇവിടെ സന്തോഷമായിട്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും, കേട്ടോ. സന്തോഷമായിട്ട് നിന്നെ പൊന്നു പോലെ നോക്കും. ഇദ്ദേഹം കഴിക്കുന്ന ഗുളികയാണ്. ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് BP ഉണ്ട്, ഷുഗറും ഉണ്ട്. ഇത് രണ്ടും ഹൈ ആണ്. നമുക്കത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് ഫുഡ് കൺട്രോൾ വേണം. നമ്മുടെ ഡയറ്റീഷ്യന്മാർ വരും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ച ചെയ്യും. ഇവിടെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഇതുപോലെ വന്ന ആളുകളാണ് ഇതെല്ലാം. ഇദ്ദേഹം ഉണ്ണിച്ചാടൻ ഇതുപോലെ തിരുവനന്തപുരത്തു നിന്ന് വന്നാണ്. അദ്ദേഹം ക്രിസ്ത്യ വിശ്വാസി ഒന്നുമല്ല. അദ്ദേഹം നമ്മുടെ ഈ പ്രാർത്ഥനയും ഇങ്ങനെ ഓൾഡ് ഏജ് ഹോം ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹം ഒരു സൈഡ് തളർന്നു പോയതായിരുന്നു നമ്മുടെ അടുത്ത് വന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിന് ബലഹീനതയുണ്ട് അല്ലേ. ഭാര്യയൊക്കെ ഇട്ടിട്ട് പോയതല്ലേ. ഭാര്യയും മക്കൾ എത്ര കുട്ടികളുണ്ടായിരുന്നു? 2 പെൺമക്കളും ഉണ്ടായിരുന്നു. കെട്ടിച്ച് വീട്ടിൽ ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. അത്യാവശ്യ സ്വത്തൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ എല്ലാം പോയി, എല്ലാവരും കളഞ്ഞിട്ട് പോയി. പക്ഷേ ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ ഏറ്റെടുത്തു. ഇന്ന് ഇവിടെ സന്തോഷമല്ലേ? സന്തോഷം. ഇവിടെ വന്നതിന് ശേഷമാണ് സന്തോഷം. മരിക്കണമെന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു വിശ്വാസി ഇദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും അവിടെ വന്ന് നമ്മുടെ കൂടെ വന്ന് പങ്കെടുത്ത് ഇന്ന് സന്തോഷമാണ്. അദ്ദേഹത്തെ നമ്മൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നുണ്ട്. അടുത്ത ദിവസം 2 ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ രൂപത്തിലാണ്. അടുത്ത സുരേഷാണ്. സുരേഷ് കൂടെ നീങ്ങുന്നത്. സുരേഷ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് സന്തോഷമല്ലേ സുരേഷ്? സന്തോഷമാണ്. സുരേഷിന് വേറെ കുഴപ്പമൊന്നുമില്ല. സുരേഷ് കുറച്ചേറെ ചിരിക്കും, ഒത്തിരി കാര്യം പറയും. ബാബുച്ചാൻ കഞ്ചാവൊക്കെ വലിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇങ്ങോട്ട് കയറിക്കുക. ഇന്നലെ ഞാൻ പല്ലെടുക്കാൻ കൊണ്ടുപോയി. ഈ പല്ലെടുക്കാനാണ് കൊണ്ടുപോയത്. പക്ഷേ പുള്ളി ഈ പല്ലെടുക്കാൻ ജന്മം ചെയ്ത് സമ്മതിക്കത്തില്ല. പുള്ളി വേറൊരു പല്ലെടുത്തു. ഇത് പുള്ളിക്ക് ഒരു അലങ്കാരം പോലെ ഇരിക്കുകയാണ്. ഇതെടുക്കണ്ടേ? കളയണം. സമ്മതിക്കത്തില്ല പുള്ളി പല്ലെടുക്കാൻ. ഇതെടുക്കാൻ കൊണ്ടുപോയതാണ്. കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുപോയതാണ്. പക്ഷേ ഇതെടുക്കാനായിട്ട് പുള്ളി സമ്മതിക്കില്ല. ഏതായാലും ദൈവത്തിൻ്റെ കൃപയെ അടുത്ത ദിവസത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ബാലൻചേട്ടനാണ്. ബാലൻചേട്ടൻ ഇന്ന് നമ്മുടെ ഇവിടെ വരുമ്പോൾ തീരെ അവശനായിരുന്നു, തീരെ സങ്കടത്തിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ബാലൻചേട്ടൻ ഇന്ന് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ? സന്തോഷമാണ്? കുഴപ്പമൊന്നുമില്ല? ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ? നല്ലതായിട്ട് നോക്കുന്നില്ലേ? ഉണ്ട്. ഒരു കുഴപ്പമില്ല. ബാലൻചേട്ടൻ ഒത്തിരി സന്തോഷത്തിലാണ്. കാല് വയ്യ. കാലിന് ഇത്രയും നീരുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. അമ്മയുടെ മക്കൾ എത്ര മക്കളുണ്ടായിരുന്നു? അമ്മേ 3 മക്കളുണ്ടായിരുന്നു. ഒത്തിരി വർഷം കുവൈറ്റ് ജോലി ചെയ്ത ആളാണ്. എല്ലാവരും ഉപേക്ഷിച്ചു. സ്നേഹത്തോടെ അഭയകേന്ദ്രമാണ്. എന്നെ മോനെ എന്നാണ് അമ്മ വിളിക്കുന്നത്. അമ്മ സന്തോഷമാണ്. അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മ ഒത്തിരി സന്തോഷത്തിലാണ്. ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഇലക്ട്രിസിറ്റിയിൽ സബ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് പെൻഷനില്ല. മഹാരാഷ്ട്രയിൽ സബ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത ആളാണ്. അമ്മച്ചി എത്ര പിള്ളേരാ അപ്പച്ച? 2 മക്കള്. സ്നേഹത്തോടെയാണ് അവരുടെ അഭയകേന്ദ്രം. സന്തോഷമാണോ? നമുക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ഒത്തിരി സന്തോഷം. എലന്തൂരുകാരിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ. അമ്മ പെന്തക്കോസ് കുടുംബത്തിലുണ്ടായിരുന്ന ആളാണ്. കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിൽ മക്കൾക്ക് അമ്മയെ നോക്കാനായിട്ടൊരു കുഞ്ഞു ബുദ്ധിമുട്ട്. ഞങ്ങളുടെ അമ്മയെ പോലൊക്കെ ഒത്തിരി സ്നേഹത്തോടെ അമ്മയെ നോക്കുകയാണ്. എനിക്ക് ആദ്യം കിട്ടിയ അമ്മയാണ്. പോലീസുകാരെന്നോട് വിളിച്ച് പറഞ്ഞ് എനിക്ക് കിട്ടിയ അമ്മയാണ് സരോദരി അമ്മ. ഞാൻ അവിടെ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് അമ്മയെ. ഇന്ന് അമ്മയ്ക്ക് ശരീരമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അമ്മ സന്തോഷമാണ്. സന്തോഷമല്ലേ അമ്മേ? അമ്മ സന്തോഷമാണ്. നന്നായിട്ടിരിക്കുന്നു. ഇതുപോലെ മോന് ഒരു ദിവസം സാക്ഷ്യം പറയും. അതിനകത്ത് വിഷമിക്കേണ്ട. 40 വയസ്സുണ്ട് ശോഭയ്ക്ക്. ശോഭ ഒരു നല്ല കുടുംബത്തിൽ. ശോഭയുടെ മൂത്ത ചേട്ടന് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉയർന്ന പൊസിഷനുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സഹോദരൻ ശോഭയെപ്പോലെ അദ്ദേഹമാണ് ആദ്യം ഇവിടെ വരുന്നത്. അദ്ദേഹത്തിന് മാനസികമായിട്ട് രോഗം പിടിച്ചിട്ട് 7 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വരികയാണ്. അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ
നിലയിൽ ആർക്കും മാറ്റാൻ പറ്റാതെ വരികയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് അദ്ദേഹം ദുബൈയിൽ ഉയർന്ന പോസ്റ്റ് ജോലി ചെയ്യുന്നു. വിവാഹം കഴിച്ചു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ശോഭി ഒരു മുഴുവൻ മദ്യപാനിയായിരുന്നു. 40 വയസ്സുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതമൊക്കെ വഴിയാധാരമായി പോയതാണ്. കൃപയാൽ ഇന്ന് നന്നായിട്ട് സന്തോഷം. സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മൾ ആരും നിർബന്ധിക്കത്തില്ല. അതേ ഇവിടെ വന്നു കൂടിയിട്ട് 1 വർഷമായി. നമ്മൾ ആരും നിർബന്ധിക്കില്ല. അവരുടെ മനസ്സാണ് മാറണം. മദ്യപിക്കുന്നില്ല. ആള് സന്തോഷമാണ്. ദീപുവിന് 27 വയസ്സുണ്ട്. ഈ വയസ്സിനിടയ്ക്ക് കഞ്ചാവ്, കാഷിഷ്, ബ്രൗൺ ഷുഗർ എല്ലാത്തിനും അടിമയായിരുന്നു. എറണാകുളം MDMA ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവൻ പറയുന്ന, ഞാൻ ഈ സാധനമൊന്നും കണ്ടിട്ടില്ല, MDMA ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ കേൾക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളോട് കൂടെ വന്നിട്ട് എത്ര നാളായി മോനെ? 1.5 വർഷമായി. ഞാൻ എറണാകുളത്ത് ചെല്ലുമ്പോൾ അവന് ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു ലക്ഷ്യത്തിൽ നിൽക്കുക. ആ സമയത്ത് അവനോട് ചോദിച്ചു, അച്ഛാ ഞാൻ കൂടെ വരട്ടെ, എന്നെ നോക്കുമോ? അങ്ങനെ പൊന്നുപോലെ ഞങ്ങൾ നോക്കുകയാണ്. അവൻ എന്നെയും പൊന്നുപോലെ നോക്കുന്ന ആളാണ്. ഒത്തിരി സന്തോഷമാണ്. എല്ലാ കാര്യവും അവൻ ചെയ്യും കേട്ടോ. ഒത്തിരി നല്ലതായിട്ട് അവന് ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. 1.5 വർഷമായിട്ടും അവൻ സ്നാനപ്പെട്ടില്ല. അവനോട് പറയുന്നേ, ഞാൻ ഇച്ചൂടെ ശരിയാവാനുണ്ട് അച്ഛാ, അതുകൊണ്ടാണ് സ്നാനപ്പെടാത്തത്. നമ്മൾ ആരെ ഒന്നിനും നിർബന്ധിക്കത്തില്ല. അവരുടെ മനസ്സാണ്. ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒത്തിരി സന്തോഷത്തിലാണ്. നിങ്ങൾ കാണുന്നത് പോലെ കാര്യങ്ങൾ നിസ്സാരമല്ല. ഈ അമ്മ ഒരു പ്രാവശ്യം മോസസ് പാസ്റ്ററെ തുപ്പുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുമ്പോൾ അദ്ദേഹം അതൊക്കെ വടിച്ച് കളഞ്ഞിട്ട് അമ്മയെ കുളിപ്പിച്ചിട്ട് ഇറങ്ങി വരുന്നൊരു കാര്യം ഞാൻ കണ്ടു. അതെനിക്ക് മനസ്സിൽ, എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാണ്ട് തട്ടി ആ കാര്യം. എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുന്നത് മദർ തെരേസയുടെ കയ്യെ തുപ്പിയ കാര്യമാണ്. കയ്യെ തുപ്പിയപ്പോൾ അവർ പറഞ്ഞു, ഇത് എനിക്കുള്ളത് എൻ്റെ മക്കൾക്കുള്ള തരാൻ പറഞ്ഞു. എൻ്റെ മക്കൾക്കുള്ളത്. ആ മനുഷ്യൻ പിന്നീട് കൽക്കട്ടയിലെ ആ ചാരിറ്റി വർക്കിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തതാണ്. അതൊരു സഹനാണ്. റജിബറെ, ഇങ്ങനെയാണ് നമ്മൾ ആളുകളെ കൊണ്ടുപോകുന്നത്. നിങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ വന്നപ്പോഴും എന്നെ സുരേഷ് ചീത്ത വിളിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. പല സമയങ്ങളും ഞാൻ ചേർത്ത് വിളിച്ചാലും എന്നെ തെറി വിളിച്ചാലും കേട്ടടുത്ത് എന്ന് സുരേഷെ കുഴപ്പമൊന്നുമില്ല, ഇരിക്കുക എന്നൊക്കെ പറയും. അത് കുറച്ച് സഹനമാണ് അതൊക്കെ കേൾക്കാൻ. ഈ അമ്മയൊക്കെ എന്നെ ചീത്ത വിളിച്ചതൊക്കെ കണക്കും കയ്യില്ല. ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നാലും അമ്മ ഞാൻ കുളിപ്പിച്ചിട്ട് പോകും. ഒത്തിരി സന്തോഷം. അവരുടെ ഒരു മാനസിക നിലയ്ക്ക് ഇത് എല്ലാവർക്കും പറ്റുകയല്ല കേട്ടോ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. ഒരു ബെനിഫിറ്റും ഇതിനകത്തില്ല. ആരുടെ ഒന്നും ഒരു പൈസ ഞങ്ങൾ വാങ്ങത്തില്ല. ഏറ്റവും സന്തോഷമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഇങ്ങോട്ട് അവർക്ക് കൊടുത്താണ് അവരെ പോറ്റുന്നത്. ഇത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. ഇവരെ കൊണ്ടുപോകുന്നൊരു അഭിമാനമാണ്. അവരെ നോക്കുന്നത് അഭിമാനമാണ്. തുടർന്ന് നമ്മൾ ഈ നിലയിൽ തന്നെ കാര്യങ്ങളുണ്ടാവും. ബ്രദറെ, ഞങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോൾ അച്ഛനകത്ത് വിഷമിക്കൊന്നും വേണ്ട. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ കൂടെ ഉണ്ട്. വത്സല പിതാവെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സൈച്ചാനും അങ്ങയുടെ ദാസ് മോനായിച്ചാനും കൂടി ഞങ്ങൾക്ക് പ്രിയ മകനെ കൊണ്ട് തന്നു. കർത്താവെ, അവനെ നോക്കാനുള്ള ആരോഗ്യം ബലമൊക്കെ നിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കണം. ഞങ്ങൾക്ക് ഷുഗർ മാറി, എല്ലാ കാര്യങ്ങളും മാറി സന്തോഷത്തോടെ നോക്കാൻ നിന്റെ മകനെ കർത്താവ് ഇടയാക്കുന്നതിന് നന്ദി. ഇവിടെ കുടുംബങ്ങളൊക്കെ ദൈവം ആദരിക്കും, അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപയ്ക്ക് നന്ദി. അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യണം, ആദരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ശരി, അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയോട് സൈച്ച താങ്ക് യു സോ മച്ച്. എല്ലാം ചെയ്യുന്നതിന് എല്ലാത്തിനും ഒത്തിരി താങ്ക്സ്. മോനാച്ച താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തണലിൻ്റെ 2ാമത്തെ നിലയുടെ പണിയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ദൈവത്തിൻ്റെ കൃപയാൽ 99% പണി അവസാനിച്ചിരിക്കുകയാണ്. ഈ നിലകളിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. കയറി വരുന്ന ഇവിടെ റൂമുണ്ട്. അത് നിങ്ങളെ സവിസ്തരം ഞാൻ കാണിച്ചു തരും. നമ്മുടെ അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്ന റൂം ഇതാണ്. വളരെ മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. 2 ബാത്റൂം അറ്റാച്ച്ഡായിട്ട് നമ്മളിവിടെ റൂം ക്രമീകരിച്ചിരിക്കുകയാണ്. 2 ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതേ റൂമിനകത്ത് തന്നെ നമ്മൾ അടുത്തൊരു ബാത്റൂം നമുക്കുണ്ട്. അത് ഈ വശത്താണ് അടുത്ത ബാത്റൂം. ഈ നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് പോലെ ഈ ബാത്റൂമും അതുപോലെ ഏറ്റവും മനോഹരമായി ഒരു സ്വന്തം വീട്ടിൽ നിർമ്മിക്കുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് നമ്മൾ സ്നേഹത്തണലിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അന്തേവാസികളുടെ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കാനും ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് അലമാരികൾ ഇവിടെ പണിതിട്ടുണ്ട്. ഒരു 80% ഏകദേശം ഇതിൻ്റെ പണികൾ തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് അടുത്ത റൂം ഇതാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും മനോഹരമായിട്ട് അടുത്ത റൂം ബാത്റൂം അറ്റാച്ച്ഡായിട്ട് എല്ലാ റൂമുകൾക്കും നമ്മൾ ബാത്റൂം അറ്റാച്ച്ഡായിട്ടാണ് പണിതിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹാകരുണ ജീവിതത്തിനകത്ത് അനുഭവിച്ചറിയാൻ ഒത്തിരി അമ്മമാർക്ക്, ഒത്തിരി അപ്പച്ചന്മാർക്ക്, അനാഥരായ
വഴി അടയപ്പെട്ടവർക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊന്നും മുൻപിലില്ല എന്ന് പറഞ്ഞ് യാത്ര ചെയ്ത നിരവധി ആളുകൾക്ക് ഒരഭയസ്ഥാനമാകുവാൻ കഴിഞ്ഞ 4 വർഷമായി എലോഹീം സ്നേഹത്തണലിനെ കർത്താവ് സഹായിച്ചു. ഒരുപാട് കളിയാക്കലും ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ സഹിച്ചാണ് ഇവിടം വരെ കൃപയാൽ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ കാല് മുറിച്ച് കളയപ്പെട്ട, കഴിഞ്ഞ ദിവസം വെപ്പുകാല് വെച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് എലോഹീം സ്നേഹത്തണലിലേക്ക് എത്തുകയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും തനിക്ക് പ്രതിസന്ധിയായപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ കാല് ഷുഗർ കൂടി മുറിച്ച് കളയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തണൽ ഒത്തിരി സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയാണ്. തനിക്ക് വേണ്ടി നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു നേഴ്സിനെ തനിക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതിന് വേണ്ടി ഒരാളെ നമ്മൾ അവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്ന എല്ലാ അന്തേവാസികളും ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. രണ്ടാമത്തെ നിലയുടെ പണി ഏകദേശം ഒരു 99% പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ഏകദേശം ഒരു 70ഓളം കട്ടിലും 70 മെത്തയും അതിനൊപ്പമുള്ള ബെഡ്ഷീറ്റും അതിൻ്റെ തലയിണയും സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സന്മനസ്സുകളായി ദൈവരാജ്യത്തെ സഹായിക്കുവാൻ, സാധുക്കളായ ആളുകളുടെ കണ്ണുനീരൊപ്പുവാൻ, വഴിയാധാരമായ അവരെ ചേർത്ത് പിടിക്കുന്നതിനോടുകൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സന്മനസ്സുകളായി പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ സ്നേഹിച്ചതിന്, കരുതിയതിന്, സഹായിച്ചതിന് എല്ലാറ്റിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും അതിനുവേണ്ടി ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു, ഉദ്യമിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.